പാർട്ടുകൾ നമ്മൾ നോക്കിയിരുന്നു. നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് പാർട്ടാണ്. കോൺകോർഡിന്റെ ലാസ്റ്റ് ഭാഗമാണ് നോക്കുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ള ടോപ്പിക്കുകൾ കാണാത്ത ക്ലാസ് ആണെങ്കിൽ കുട്ടികൾ അത് കാണുക. നോക്കിയേ, എന്നിട്ട് ബാക്കി ക്ലാസ്സുകളും കൂടെ ശ്രദ്ധിക്കുക. നോക്കിയേ, അടുത്ത നമ്മളെ റൂളാണ് തന്നിരിക്കുന്ന ചില വാക്കുകൾ കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ പ്ലൂറൽ വെർബ് ആണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് വാക്കുകള്? നോക്കിയേ, ഷീപ്പ്, ക്യാറ്റില്, പോലീസ്, പീപ്പിൾ. ഏതൊക്കെയാണ് വാക്കുകള്? ഷീപ്പ്, ക്യാറ്റില്, പോലീസ്, പീപ്പിൾ. ഈ വാക്കുകൾ പ്ലൂറൽ ഫോമിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കും. തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറല് ആയിരിക്കും. ഏതൊക്കെയാണ് വാക്കുകള്? ഷീപ്പ്, ക്യാറ്റില്, പോലീസ്, പീപ്പിൾ. കഴിഞ്ഞിട്ട് വരുന്ന വെർബ് പ്ലൂറൽ വെർബ് ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോലീസിന്റെ കാര്യത്തിൽ ചെറിയൊരു ശ്രദ്ധ കൊടുക്കുക. പോലീസിന് പകരം പോലീസ് മാൻ, അതേപോലെ പോലീസ് വുമൺ. കണ്ടല്ലോ, മാൻ എന്ന് പറയുന്നതും വുമൺ എന്ന് പറയുന്നതും സിംഗുലാർ ആണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കും. പോലീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് പോലീസ് ആണ് വരുന്നതെങ്കിൽ പ്ലൂറൽ വെർബ്, പോലീസ് മാൻ എന്നോ പോലീസ് വുമൺ എന്നോ ആണ് വരുന്നതെങ്കിൽ സിംഗുലാർ വെർബ്. അത് തന്നെ ശ്രദ്ധിക്കുക, പോലീസ് മെൻ എന്നോ പോലീസ് വിമൺ എന്നോ ആണ് വരുന്നതെങ്കിൽ എന്തായിട്ട് മാറുന്നു? പ്ലൂറൽ വെർബായിട്ട് മാറുന്നു. കാരണം മെൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. മാനിന്റെ പ്ലൂറൽ ഫോം ആണ് മെൻ എന്ന് പറയുന്നത്. വുമണിന്റെ പ്ലൂറൽ ഫോം ആണ് വിമൺ എന്ന് പറയുന്നത്. അല്ലേ? അപ്പൊ പറയാ, ഷീപ്പ്, ക്യാറ്റില്, പോലീസ്, പീപ്പിൾ. കഴിഞ്ഞിട്ട് വരുന്ന വെർബ് പ്ലൂറൽ വെർബ് ആണ്. എന്നാൽ പോലീസ് മാൻ, പോലീസ് വുമൺ ആണെങ്കിൽ സിംഗുലാർ വെർബ്. എന്നാൽ പോലീസ് മെന്, പോലീസ് വിമൺ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്ലൂറൽ വെർബായിട്ട് വരുന്നു. ഓക്കെ, ചോദ്യം നോക്കിയേ. ദ പോലീസ് ഡാഷ് ആഫ്റ്റർ ദ തീഫ്. കണ്ടല്ലോ, ഇവിടെ പോലീസ് എന്ന സബ്ജക്ട് മാത്രമേ ഉള്ളൂ. പോലീസ് എന്ന സബ്ജക്ട് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അല്ലേ? പോലീസ് മാത്രമാണ് വരുന്നതെങ്കിൽ ഉത്തരം ഏതിലേക്ക് വരുന്നു? സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ വെർബിലേക്ക് വരുന്നു. പോലീസ് കഴിഞ്ഞിട്ട് ആർ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത നോക്കിയേ, എ പോലീസ്മാൻ ഡാഷ് ആഫ്റ്റർ ദ തീഫ്. കണ്ടല്ലോ, ഇവിടെ പോലീസ് മാൻ എന്നാണ് കിടക്കുന്നത്. മാൻ, MAN, മാൻ എന്നാണ് കിടക്കുന്നത്. മാൻ സിംഗുലാർ ആണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? സിംഗുലാർ വെർബ് ആയിട്ടുള്ള ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത നോക്കിയേ, പീപ്പിൾ ഡാഷ് ഗോയിങ് ടു ദ ടെമ്പിൾ. പീപ്പിൾ ഡാഷ് ഗോയിങ് ടു ദ ടെമ്പിൾ. ഇവിടെ പീപ്പിൾ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. പീപ്പിൾ ആർ ഗോയിങ് ടു ടെമ്പിൾ. പീപ്പിൾ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് പീപ്പിള്, പോലീസ്, അതേപോലെ ക്യാറ്റില്, ഷീപ്പ്. കഴിഞ്ഞിട്ട് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലൂറൽ വെർബ്. പോലീസിന്റെ മാത്രമായിട്ട് നമ്മൾ എടുത്തു വെച്ച് പഠിച്ചു. പോലീസ് മാൻ എന്നോ പോലീസ് വുമൺ എന്നോ ആണെങ്കിൽ സിംഗുലാർ വെർബും, പോലീസ് മെൻ, പോലീസ് വുമൺ ആണെങ്കിൽ പ്ലൂറൽ വെർബിലേക്കും മാറും. അടുത്ത റൂൾ നോക്കിയേ, ആള്. വാക്കുകൾ നോക്കിയേ, ആള്, ആൾ ഓഫ്. വാക്കുകൾ ഏതൊക്കെയാണ്? ആളുണ്ട്, ആൾ ഓഫ്. 1/3 ഓഫ്, 2/3 ഓഫ്. ഒന്നും കൂടെ പറഞ്ഞേ, ആള്, ആൾ ഓഫ്, 1/3 ഓഫ്, 2/3 ഓഫ്, എനി ഓഫ്, അതുപോലെ നൺ ഓഫ്. വാക്കുകൾ ഏതൊക്കെയാണ്? ആൾ, ആൾ ഓഫ്, 1/3 ഓഫ്, 2/3 ഓഫ്, എനി ഓഫ്, നൺ ഓഫ്. ഇത്തരം വാക്കുകൾ ഒരു സെന്റൻസ് തുടങ്ങിയാൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് എഴുതേണ്ടത്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ. ഇത്തരം വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റുകൾ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് പ്ലൂറൽ വെർബ്. വാക്കുകൾ ഏതൊക്കെയാണ്? ആള്, ആൾ ഓഫ്, 1/3 ഓഫ്, അതുപോലെ 2/3 ഓഫ്, എനി ഓഫ്, നൺ ഓഫ്. ഒരു തവണ കൂടെ പറഞ്ഞേ, ആൾ, ആൾ ഓഫ്, 1/3 ഓഫ്, 2/3 ഓഫ്, എനി ഓഫ്, നൺ ഓഫ്, പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ്, സിംഗുലാർ വെർബ്. അപ്പൊ ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വെർബും പ്ലൂറൽ ആക്കുക. ചോദ്യം നോക്കിയേ, ഓൾ ദ മിൽക്ക്. നോക്കിയേ, ആള് കഴിഞ്ഞിട്ട് മിൽക്ക് എന്ന സബ്ജക്റ്റ് ആണ് കിടക്കുന്നത്. ഈ മിൽക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ. എന്താണ് മക്കളെ ഈ കൗണ്ടബിൾ നൗണുകളും അൺകൗണ്ടബിൾ നൗണും? കൗണ്ടബിൾ നൗൺ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയുന്ന നാമങ്ങൾ. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാലോ എണ്ണാൻ കഴിയാത്ത നാമങ്ങൾ. അപ്പൊ മിൽക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. നമ്മൾ പഠിച്ച റൂളാണ്, അൺകൗണ്ടബിൾ നൗണുകൾ എപ്പോഴും എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്?
സിംഗുലാർ സബ്ജക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. സിംഗുലാർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇല്ലേ? അൺകൗണ്ടബിൾ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? വാട്ടർ, മണി, ഇൻഫർമേഷൻ, അതേപോലെ ന്യൂസ്, ഷുഗർ, മിൽക്ക്, പെട്രോള്, ഇതെല്ലാം അൺകൗണ്ടബിൾ നൗണുകളാണ്. നമുക്ക് അൺകൗണ്ടബിൾ നൗൺ സിംഗുലാർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആള് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് എടുക്കും. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? വാസും ഉണ്ട്, വേറും ഉണ്ട്. ഏത് വരുന്നു? വാസ് അവിടെ ഉത്തരമായിട്ട് വരും. വാസ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. ഓൾ ദ സ്റ്റുഡൻസ്. നോക്കുക, ആള് വന്നിരിക്കുന്നു, അത് കഴിഞ്ഞ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് കിടക്കുന്നത്. സ്റ്റുഡൻസ് പ്ലൂറൽ ആണ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, കൗണ്ടബിൾ നൗണുകളാണ്, പ്ലൂറൽ ആണ്. എസ്സിൽ അവസാനിക്കുന്ന സബ്ജക്റ്റുകളെല്ലാം പ്ലൂറൽ ആണ്. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? സ്റ്റുഡന്റിന്റെ പ്ലൂറൽ ഏതാന്ന് ചോദിച്ചാൽ സ്റ്റുഡൻസ്. സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡൻസ്, സ്റ്റുഡൻസ്. ഓക്കെ, സബ്ജക്റ്റുകൾ എസ്സിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പ്ലൂറൽ ആവുന്നു. എന്നാൽ വെർബുകളാണ് എസ്സിൽ അവസാനിക്കുന്നെങ്കിൽ അത് സിംഗുലാർ ആയിട്ട് മാറും. വാക്ക് എന്നത് പ്ലൂറൽ ഫോം ഓഫ് വെർബ് ആണ്, വാക്സ് സിംഗുലാർ ഫോം ഓഫ് വെർബ്. അപ്പൊ ഓൾ ദ സ്റ്റുഡൻസ് ഡാഷ് പാസ്ഡ് ദ എക്സാം. നമുക്ക് ഓൾ കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഉത്തരം ഏത് പറയണം? പ്ലൂറൽ. ഹാസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ. നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഹാവ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. 1/3 ഓഫ് ബോയ്സ്. നമുക്ക് 1/3 ഓഫ് ആണ് നമുക്ക് കിടക്കുന്ന വാക്ക്. 1/3, 2/3 ഒക്കെ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞിട്ട് ബോയ്സ് എന്ന് പറയുന്ന സബ്ജക്ട് നോക്കുക, അത് പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. ഈസ് സിംഗുലാർ, ആർ പ്ലൂറൽ. ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. ഏത് കിടക്കുന്നു? ആർ പ്ലേയിങ് ക്രിക്കറ്റ്, ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ പറഞ്ഞത് ആള്, ആൾ ഓഫ്, 1/3 ഓഫ്, 2/3 ഓഫ്, എനി ഓഫ്, നൺ ഓഫ്. കഴിഞ്ഞിട്ട് സിംഗുലാർ സബ്ജക്റ്റുകളാണെങ്കിൽ ഈ സിംഗുലാർ സബ്ജക്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ ഭാഗം ഡാഷ് ചെയ്യും. ഇവിടെ വരുന്ന സിംഗുലാർ സബ്ജക്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും അൺകൗണ്ടബിൾ നൗണുകളായിരിക്കും. ഇവിടെ വരുന്ന സിംഗുലാർ സബ്ജക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും കുട്ടികളെ? അൺകൗണ്ടബിൾ സബ്ജക്റ്റുകളായിരിക്കും ഇല്ലേ? അൺകൗണ്ടബിൾ നൗണുകളായിരിക്കും. സിംഗുലാർ എന്നായിട്ട് ഉപയോഗിക്കുന്ന സബ്ജക്ട് അൺകൗണ്ടബിൾ. പ്ലൂറൽ ഏതായിരിക്കും? കൗണ്ടബിൾ നൗണുകളാണ്. എന്ത് ഈ പ്ലൂറൽ സബ്ജക്ട് ആയിട്ട് വരുന്നത് കൗണ്ടബിൾ നൗണുകളാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത റൂൾ നോക്കിയേ. ചില വാക്കുകൾ കേട്ടോ നോക്കിയേ. സിസേഴ്സ്. നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, നമ്മൾ സാധാരണ രണ്ടെണ്ണം ചേർത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, രണ്ടെണ്ണം ചേർത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പൊ ഒന്ന് സിസേഴ്സ്, രണ്ട് കാലുള്ളതാണ് ഇല്ലേ? രണ്ടെണ്ണം ചേർത്ത് ഉപയോഗിക്കുന്നു. സ്പെക്ടക്കിൾസ്, രണ്ട് കാലുള്ളതാണ്. പ്ലെയർ, രണ്ട് കാലുള്ളതാണ്. ട്രൗസേഴ്സ്, രണ്ട് കാലുള്ളതാണ്. പാൻസ്, രണ്ട് കാല്. ജീൻസ്, രണ്ട് കാല്. പൈജാമ, രണ്ട് കൈ. ഷൂസ് എന്ത് ചെയ്യണം? രണ്ട് കാലിലിടണം. സോക്സ്, രണ്ട് കാലിലിടണം. ഗ്ലൗസ് എന്ത് ചെയ്യണം? രണ്ട് കാലിലിടണം. ഷോർട്സ്, രണ്ട് കാലില്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പ്ലൂറൽ ആണ്. അപ്പൊ നമ്മൾ നോക്കിയ കാഴ്ചയിൽ ഇവ ഒന്നായിട്ട് തോന്നുമെങ്കിലും രണ്ടെണ്ണം ചേർന്നിരിക്കുന്നത്. അപ്പൊ അതിനെ പ്ലൂറൽ ആയിട്ട് എടുക്കുക. വെർബ് പ്ലൂറൽ ആണ്. ഏതൊക്കെയാണ് വാക്കുകൾ? സിസേഴ്സ്, സ്പെക്ടക്കിൾസ്, പ്ലെയേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, ജീൻസ്, പൈജാമ, ഷൂസ്, സോക്സ്, ഗ്ലൗസ്, ഷോർട്സ്. ഒന്നുകൂടെ പറഞ്ഞേ. സിസേഴ്സ്, സ്പെക്ടക്കിൾസ്, സ്പെക്ടക്കിൾസ് മീൻസ് കണ്ണാടി. പ്ലെയേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, ജീൻസ്, പൈജാമ, സോക്സ്, ഷൂസ്, ഗ്ലൗസ്, ഷോർട്സ്. ഈ വാക്കുകളെല്ലാം നമ്മൾ കാഴ്ചയിൽ സിംഗുലാർ ഒന്നായിട്ട് ഇരിക്കുന്നു എങ്കിലും രണ്ടെണ്ണം ചേർന്നിരിക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്തായിരിക്കണം കുട്ടികളെ? പ്ലൂറൽ വെർബ് ആയിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. നോക്കിയ ചോദ്യം. വെയർ ഡാഷ് മൈ പാൻസ്. വെയർ ഡാഷ് മൈ പാൻസ്. നമുക്ക് പാൻസ് ആണ് വന്നിരിക്കുന്നത്. പാൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. വെയർ ആർ മൈ പാൻസ്. ഈസ് സിംഗുലാർ, ആർ പ്ലൂറൽ. The new scissors dash not used by them. കണ്ടല്ലോ, സിസേഴ്സ് എന്നാണ് കിടക്കുന്നത്. സിസേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ? പ്ലൂറൽ. are not used by them. are not used by them. These shorts dash very tight. These shorts are very tight. നോക്കിയേ, ഇവിടെ ഷോർട്സ് കഴിഞ്ഞിട്ട് ഉത്തരം ഏതായിരുന്നു? പ്ലൂറൽ ആണ്. are very tight. These shorts are very tight. ഈസോ ആറിൽ ആർ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ വാക്കുകൾ ഏതൊക്കെയാണ്? സിസേഴ്സ്, പൈജാമ, ജീൻസ്, സോക്സ്, ഗ്ലൗസ്, ഷോർട്സ്, പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നു? പ്ലെയർ, സ്പെക്ടക്കിൾസ്. കഴിഞ്ഞിട്ട് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും, പ്ലൂറൽ ആയിരിക്കും? പ്ലൂറൽ ആയിരിക്കും. എന്തായിരിക്കണം? പ്ലൂറൽ ഫോം ഓഫ് വെർബ് ആയിരിക്കും.
അടുത്ത് നോക്കിയേ, റൂള് കണ്ട് ഞെട്ടിയെന്ന് വേണ്ട, വളരെ ചെറിയൊരു സാധനമാണ്. ആൻഡ് വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ എങ്ങനെ നമുക്ക് ഉത്തരം എഴുതാം? നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. രണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചാൽ ഉത്തരം പ്ലൂറൽ ആയിരിക്കും. ഇതാണ് പറയണത്. രണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചാൽ ഉത്തരം എന്തായിട്ട് മാറുന്നു? പ്ലൂറൽ വെർബായിട്ട് മാറും. വെർബ് പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, രാജു ആൻഡ് രാമു ഈസ് ഗോയിങ് എന്ന് പറയൂ, ആർ ഗോയിങ് എന്ന് പറയൂ? ആർ ഗോയിങ്. രാജുവിനെ രാമുനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്തപ്പോൾ പ്ലൂറൽ വെർബ്. ഇനി രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിൽ ഒരു സബ്ജക്റ്റിന്റെ മുന്നിൽ മാത്രം പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ. പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ പറഞ്ഞു നോക്കിയേ? പൊസസീവ് അഡ്ജക്റ്റീവ് മൈ ഉപയോഗിക്കാറുണ്ട്, അവർ ഉപയോഗിക്കാറുണ്ട്, യുവർ ഉപയോഗിക്കാറുണ്ട്, മൈ, അവർ, യുവർ, ഹിസ് ഉപയോഗിക്കാറുണ്ട്, ഹെർ ഉപയോഗിക്കാറുണ്ട്, ഇറ്റ്സ് ഉപയോഗിക്കാറുണ്ട്, ദെയർ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണ് വാക്കുകള്? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? എ ആൻഡ് ദ. എ ആൻഡ് ദ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ആൻഡ് വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റിന്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ആദ്യത്തെ സബ്ജക്റ്റോ രണ്ടാമത്തെ സബ്ജക്റ്റിന്റെയോ മുന്നില് പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം സിംഗുലാർ വെർബ്. ഉത്തരം എന്തിലേക്ക് മാറുന്നു? സിംഗുലാർ വെർബിലേക്ക് മാറും. അപ്പൊ പറഞ്ഞത് പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ മുന്നിൽ വന്നാൽ ഉത്തരം സിംഗുലാർ. എന്നാൽ അടുത്ത നോക്കിയേ, ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുമ്പോൾ രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുകയും രണ്ട് സബ്ജക്റ്റിന്റെ മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് സബ്ജക്റ്റിന്റെ മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം സിംഗുലാർ വെർബ് അല്ല, പ്ലൂറൽ വെർബ് ആയിരിക്കും. ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ വെർബ്. വെർബ് പ്ലൂറൽ ആയിരിക്കും. പ്ലൂറൽ വെർബ്. പ്ലൂറൽ വെർബ്. ഓക്കെ, പറഞ്ഞത് രണ്ട് സബ്ജക്റ്റിന്റെ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുന്ന രണ്ട് സബ്ജക്റ്റിന്റെ മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം പ്ലൂറല്. ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുന്ന രണ്ട് സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ മുന്നിൽ മാത്രം പൊസസീവ് അഡ്ജക്റ്റീവ് ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാർ. രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് ബന്ധിപ്പിച്ച ഉത്തരം പ്ലൂറൽ. നോക്കാം, ചോദ്യങ്ങളിലൂടെ പരിചയപ്പെടാം. നോക്കിയേ, രാഹുൽ ആൻഡ് റാം ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. നിങ്ങൾ നോക്കട്ടെ, ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഏതൊക്കെ? രാഹുൽ എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, റാം എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്ട്. രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത ഉത്തരം സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? ഉത്തരം പ്ലൂറൽ. പ്ലേയിങ് ക്രിക്കറ്റ് ഏത് വരുന്നു? ആർ അവിടെ ഉത്തരമായിട്ട്. ഇനി അടുത്ത് നോക്കിയേ, ദ പോയറ്റ് ആൻഡ് ദ ഫിലോസഫർ. ദ പോയറ്റ് ആൻഡ് ദ ഫിലോസഫർ ഡാഷ് നോ മോർ. ഡാഷ് നോ മോർ. നോക്ക്, ഇവിടെ ഫിലോസഫർ എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, പോയറ്റ് എന്ന് പറയുന്ന മറ്റൊരു സബ്ജക്ട്, രണ്ട് സബ്ജക്റ്റിനെ എന്ത് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു? ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിൽ ഒരു സബ്ജക്റ്റിന്റെ മുന്നിൽ മാത്രം എന്ത് വന്നിരിക്കുന്നു? ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. അപ്പൊ രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുകയും അതിൽ ഒരെണ്ണത്തിന്റെ മുന്നിൽ മാത്രം പൊസസീവ് അഡ്ജക്റ്റീവ് ആർട്ടിക്കിൾ വന്ന ഉത്തരം സിംഗുലാർ ആണ് പ്ലൂറൽ ആണ്? ഉത്തരം സിംഗുലാറിലേക്ക് മാറും ഇല്ലേ? അപ്പൊ the poet and the philosopher dash more ഏത് വരുന്നു? is no more. is no more. അടുത്ത നോക്കിയേ, my uncle and guardian. my uncle and guardian dash come. രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റ്, ഒന്ന് അങ്കിള്, രണ്ടാമത്തെ ഗാർഡിയൻ. ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിൽ ഒരു സബ്ജക്റ്റിന് മുന്നിൽ മാത്രം എന്ത് വന്നിരിക്കുന്നു? പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. ഉത്തരം ഏതിലേക്ക് വരുന്നു? സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലാർ. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഉത്തരം ഹാസ് ഉത്തരമായിട്ട്. അടുത്ത നോക്കിയേ, the poet and philosopher. the poet and എന്ത് ചെയ്യുന്നൂടെ? and the philosopher എന്ന് എഴുതിക്കണേ. poet and the philosopher എന്ന് എഴുതിക്കോ. poet and the philosopher. സെയിം ചോദ്യം നേരത്തെ കിടക്കുകയല്ലേ? my uncle and my guardian എന്ന് എഴുതിക്കണേ. രണ്ടിലും the poet and the philosopher. the poet and the philosopher dash no. നമുക്ക് ഇവിടെ പോയറ്റ് ഒന്നാം സബ്ജക്ട്, ഫിലോസഫർ രണ്ടാം സബ്ജക്ട്, രണ്ട് സബ്ജക്റ്റിന് മുന്നിൽ എന്ത് വന്നിരിക്കുന്നു?
ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. ഉത്തരം ഏതിലേക്ക് മാറുന്നു? പ്ലൂറൽ ആണോ സിംഗുലാർ ആണോ? പ്ലൂറൽ വെർബ് ആയിട്ടുള്ള ആറിലേക്ക്. ഓക്കെ, ഇവിടെ നോക്കിയേ, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഡാഷ് കം. കണ്ടല്ലോ, അങ്കിള് ഗാർഡിയൻ രണ്ടിനെയും ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുകയും രണ്ട് സബ്ജക്റ്റിന്റെ മുന്നിലും മൈ എന്ന് പറയുന്ന പൊസസീവ് അഡ്ജക്റ്റീവ് വന്നതുകൊണ്ട് ഉത്തരം ഹാസ് ഹാവിൽ ഏത് വരുന്നു? ഹാവ്, പ്ലൂറൽ ആയിട്ടുള്ള ഹാവ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്, രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്താൽ ഉത്തരം എന്തിലേക്ക് മാറുന്നു? ഉത്തരം പ്ലൂറല്. രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുകയും അതിൽ ഒരു സബ്ജക്റ്റിന്റെ മുന്നിൽ മാത്രം പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നാൽ ഉത്തരം സിംഗുലാർ. രണ്ട് സബ്ജക്റ്റിന് മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നാൽ ഉത്തരം. ക്ലിയർ ആണല്ലോ? അടുത്ത റൂൾ നോക്കിയേ, എ ഗ്രേറ്റർ പാർട്ട്, എ ഗ്രേറ്റസ്റ്റ് പാർട്ട്. വാക്കുകൾ ഏതൊക്കെയാണ്? എ ഗ്രേറ്റർ പാർട്ട്, എ ഗ്രേറ്റസ്റ്റ് പാർട്ട്. ഈ വാക്കുകൾ വെച്ചിട്ട് രണ്ട് റൂളുണ്ട്. ഒന്ന്, ഈ വാക്കുകൾ ഇതിന്റെ ഒരു അൺകൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ ഉത്തരം ഉത്തരം അൺകൗണ്ടബിൾ ആണെങ്കിൽ ഉത്തരം സിംഗുലാറും, കൗണ്ടബിൾ ആണ് വരുന്നതെങ്കിൽ ഉത്തരം പ്ലൂറൽ. പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയായിരുന്നു? എ ഗ്രേറ്റർ പാർട്ട്, എ ഗ്രേറ്റസ്റ്റ് പാർട്ട്. കഴിഞ്ഞിട്ട് വരുന്നത് കൗണ്ടബിൾ നൗണുകളാണെങ്കിൽ, എണ്ണാൻ കഴിയുന്ന നാമങ്ങളാണെങ്കിൽ ഉത്തരം പ്ലൂറലും, എണ്ണാൻ കഴിയാത്ത നാമങ്ങളാണെങ്കിൽ ഉത്തരം സിംഗുലാർ. ഗ്രേറ്റർ പാർട്ട് ആൻഡ് ഗ്രേറ്റസ്റ്റ് പാർട്ട്. എ ഗ്രേറ്റർ പാർട്ട്, എ ഗ്രേറ്റസ്റ്റ് പാർട്ട് പ്ലസ് കൗണ്ടബിൾ നൗൺ പ്ലസ് പ്ലൂറൽ വെർബ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലാർ. നോക്കിയേ ചോദ്യം, the greatest part of time, the greatest part of time dash wasted. കണ്ടല്ലോ, the greatest വന്നിട്ടുണ്ട്. ഇനി അതേപോലെ ടൈം ആണ് അവിടെ വരുന്ന സബ്ജക്റ്റ്. ടൈം എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. തുടർന്ന് വരുന്ന ഉത്തരം എന്താണ്? സിംഗുലാർ, വാസ്തവ ഉത്തരമായിട്ട് വരുന്നത്. ഇനി the greater part of oranges. കണ്ടല്ലോ, ഓറഞ്ച്. the greater part വന്നിട്ടുണ്ട്. ഓറഞ്ച് എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് ഉത്തരം ഏത് വരുന്നു? ഈസ് ആറില് ആറ് എന്ന പ്ലൂറൽ വെർബ് ഉത്തരമായിട്ട്. the greater part of work. കണ്ടല്ലോ, ഗ്രേറ്റർ പാർട്ട്, the greater part അവിടെ വന്നിട്ടുണ്ട്. വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ജോലി എണ്ണാൻ കഴിയില്ല. അതുകൊണ്ട് ഉത്തരം സിംഗുലാർ ആയിരിക്കണം. ഡാഷ് ഫിനിഷ്ഡ്, വാസ് കൊണ്ട് പേരുണ്ട്. ഏത് വരുന്നു? വാസ് ഫിനിഷ്ഡ് ഉത്തരമായിട്ട്. ഓക്കെ, അപ്പൊ എ ഗ്രേറ്റർ പാർട്ട്, എ ഗ്രേറ്റസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം പ്ലൂറലും, അൺകൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം സിംഗുലാർ. അതുപോലെ വരുന്ന മറ്റൊരു റൂളാണ് എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി. ഇത് നമ്മൾ മെനിയിലെ അതേ റൂള് തന്നെയാണ് കേട്ടോ. നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? മെനി, MPP പഠിച്ചത് ഓർമ്മയുണ്ടോ? MPP എന്ന് പറഞ്ഞതാണ് മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്ട് പ്ലൂറൽ വെർബ്. അത് തന്നെയാണ്, സെയിം റൂള്. MPP കണ്ടോ, MPP എ ഗുഡ് മെനി എന്ന വാക്കും കൂടെ വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. പേടിക്കണ്ട. എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി. മെനിയുടെ അതേ റൂള് തന്നെയാണ് കേട്ടോ. മെനി അതേ തന്നെയാണ്, എ ഗുഡും ഗ്രേറ്റും വന്നിരിക്കുന്നേ ഉള്ളൂ. എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി കഴിഞ്ഞിട്ട് സബ്ജക്ട് പ്ലൂറൽ, വെർബും പ്ലൂറൽ. എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റും വെർബും എന്തായിട്ട് എഴുതുക? പ്ലൂറൽ ആയിരിക്കണം. ചോദ്യം നോക്കിയേ, എ ഗുഡ് മെനി സ്റ്റുഡൻസ് ഡാഷ് പാസ്ഡ് ദ എക്സാം. കണ്ടല്ലോ, നമുക്ക് എ ഗുഡ് മെനി വന്നിരിക്കുന്നു. സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. തുടർന്ന് വരുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ഹാസ് കൊണ്ട് ഹാവ്, ഏത് ഹാവ് ഉത്തരമായിട്ട്. ഓക്കെ, അടുത്തത് എ ഗ്രേറ്റ് മെനി ഗേൾസ് ഡാഷ് റൈറ്റിംഗ് ആൻ എക്സാം. കണ്ടല്ലോ, എ ഗ്രേറ്റ് മെനി കിടക്കുന്നു. ഗേൾസ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറല് ആയിരിക്കണം. ആറും ഉണ്ട്, ഈസും ഉണ്ട്. ഏത് വരുന്നു? ആറ് അവിടെ ഉത്തരമായിട്ട്. എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ. അടുത്ത നോക്കിയേ, കോംപ്ലിമെന്ററി. അടുത്ത നമ്മളെ റൂളാണ് കോംപ്ലിമെന്ററി സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗണുകൾ കഴിഞ്ഞിട്ട് വെർബ് സിംഗുലാർ ആയിരിക്കും. എന്താണ് ഈ കോംപ്ലിമെന്ററി സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നൗൺ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുകൾ ചേർത്ത് പറയുന്നതാണ്. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ജാം, റൈസ് ആൻഡ് ഫാള്, പിന്നെ റൈസ് ആൻഡ് കറി, ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, ലോ ആൻഡ് ഓർഡർ, സം ആൻഡ് സബ്സ്റ്റൻസ്. ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് രണ്ട് നൗണുകൾ ചേർത്ത് പറയുന്നത്. അതിനെയാണ് കോംപ്ലിമെന്ററി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പൊതുവെ ഈ കോംപ്ലിമെന്ററി സബ്ജക്റ്റുകൾ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കണം. എന്നാൽ നമ്മൾ അവിടെ പഠിക്കേണ്ട കാര്യം, ഈ കോംപ്ലിമെന്ററി സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ രണ്ടും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാറും, രണ്ടും രണ്ടായിട്ടാണ് അർത്ഥം നൽകുന്നതെങ്കിൽ ഉത്തരം എന്താണ്? പ്ലൂറൽ വെർബ് ആയിരിക്കും. ഓർമ്മയിരിക്കണം, ഇപ്പൊ
ഇപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ പ്രീവിയസ് ചോദ്യം ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ബ്രെഡും ബട്ടറും ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. എന്നാൽ ബ്രെഡ് ആൻഡ് ബട്ടർ ആർ സോൾഡ് ഇൻ ദ ഷോപ്പ്, കടയിൽ വിൽപ്പനയ്ക്കുണ്ട്. ഇപ്പൊ രണ്ടും രണ്ടായിട്ടല്ലേ അവിടെ വെച്ചിരിക്കുന്നത്. രണ്ടും രണ്ടായിട്ടാണ് പറയുന്നതെങ്കിൽ ഉത്തരം പ്ലൂറല്, രണ്ടും ഒരുമിച്ചാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഉത്തരം സിംഗുലാർ. കോംപ്ലിമെന്ററി സബ്ജക്ട് പ്ലസ് സിംഗുലാർ വെർബ്. എന്നാൽ കോംപ്ലിമെന്ററി സബ്ജക്റ്റുകൾ രണ്ടർത്ഥം നൽകി കഴിഞ്ഞാൽ രണ്ടും രണ്ട് വസ്തുക്കളായിട്ടാണ് പറയുന്നതെങ്കിൽ ഉത്തരം പ്ലൂറൽ ആയിരിക്കും. നോക്കിയേ, ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഹിസ് എ ഫേവറേറ്റ് ഫുഡ്. കണ്ട, ബ്രെഡും ബട്ടറും ഒരുമിച്ചല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ടും ഒരുമിച്ചല്ലേ കഴിക്കുന്നത്. ബ്രെഡ് തിന്നിട്ടാണ് ബട്ടർ തോണ്ടി തിന്നുന്നത്? ഇല്ല, രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞത്. അപ്പൊ രണ്ടും ഒരുമിച്ചായതുകൊണ്ട് സിംഗുലാർ ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് സോൾഡ് ഹിയർ. കണ്ടല്ലോ, ബ്രെഡും ബട്ടറും കടയിൽ വിൽപ്പനയ്ക്കുണ്ട്, ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. അപ്പൊ ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് വാങ്ങും, ബട്ടർ രണ്ട് വസ്തുക്കളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് ചെയ്യുന്നു, സാധനങ്ങളായിട്ട്. അതുകൊണ്ട് അവിടെ ഉത്തരം ഏത് വരുന്നു, ആറ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ടൈം ആൻഡ് ടൈഡ് ഡാഷ് ഫോർ നോ മാൻ. രണ്ടും ഒരുമിച്ചാണ് പറയുന്നത് അല്ലേ. ടൈം ആൻഡ് ടൈഡ് ഒരു പ്രൊവർബ് കൂടിയാണ്. എന്ത് ചെയ്യുന്നു, അവിടെ ഉത്തരം ഏത് പറയാം, സിംഗുലാർ. വെയിറ്റും ഉണ്ട്, വെയിറ്റ്സും ഉണ്ട്. അവിടെ വെയിറ്റ്സ് അവിടെ ഉത്തരമായിട്ട് ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്നവിടെ. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്തതാണ് നെയിം ഓഫ്. അടുത്ത കുറച്ച് വാക്കുകൾ കഴിഞ്ഞ് വരുന്ന അടുത്ത റൂളാണ്, 29ാമത്തെ റൂളാണ്. നെയിം ഓഫ് ബുക്ക്, സബ്ജക്റ്റ് വിഷയങ്ങളുടെ പേര്, പ്ലേസ് സ്ഥലങ്ങളുടെ പേര്, ഡിസീസ് അസുഖങ്ങളുടെ പേര്, ഗെയിം കായിക വിനോദങ്ങളുടെ പേര്, ഡിസ്റ്റൻസ് ദൂരങ്ങളെ സൂചിപ്പിക്കുന്ന വാക്ക്, ടൈം സമയത്തെ സൂചിപ്പിക്കുന്ന വാക്ക്, എമൗണ്ട് ഓഫ് മണി പൈസയുടെ തുക ഒക്കെ പറയുന്ന വാക്ക്, ക്വാണ്ടിറ്റി മെഷർമെന്റ് അളവ് തൂക്കം. ഓക്കെ, ഏതൊക്കെയായിരുന്നു? നെയിം ഓഫ് ബുക്ക്, നെയിം ഓഫ് സബ്ജക്റ്റ്, നെയിം ഓഫ് പ്ലേസ്, നെയിം ഓഫ് ഡിസീസ്, നെയിം ഓഫ് ഗെയിം, നെയിം ഓഫ് ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെന്റ്. ഈ വാക്കുകളെ ഇതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ വെർബുകളായിരിക്കണം. ഇതിൽ വരുന്ന വാക്കുകൾ ഏത് കഴിഞ്ഞാലും, ഇപ്പൊ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗുലാർ വെർബാണ്, സബ്ജക്റ്റുകളുടെ പേര് കഴിഞ്ഞാൽ സിംഗുലാർ വെർബാണ്, പ്ലേസ് സ്ഥലങ്ങളുടെ പേര് കഴിഞ്ഞാൽ സിംഗുലാർ വെർബ്, ഡിസീസിന്റെ പേര് കഴിഞ്ഞാൽ സിംഗുലാർ, ഗെയിമുകളുടെ പേര് കഴിഞ്ഞാൽ സിംഗുലാർ, ഡിസ്റ്റൻസ് ദൂരത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് കഴിഞ്ഞാൽ സിംഗുലാർ, ടൈമിനെ സംബന്ധിക്കുന്ന വാക്ക് ഇത് ചെയ്യുന്നുള്ളൂ, സമയത്തെ സൂചിപ്പിക്കുന്ന വാക്ക് കഴിഞ്ഞാൽ സിംഗുലാർ, എമൗണ്ട് ഓഫ് മണി പൈസയുടെ തുകയെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലാർ വെർബ്, ക്വാണ്ടിറ്റി മെഷർമെന്റ് അളവ് തൂക്കങ്ങളെ സൂചിപ്പിക്കുന്ന വാക്ക് കഴിഞ്ഞാൽ സിംഗുലാർ വെർബ്. നോക്കിയേ, 10,000 rupees ഡാഷ് ഹിസ് സാലറി. കണ്ടല്ലോ, ഇവിടെ 10,000 rupees എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മണിയാണ്. എമൗണ്ട് ഓഫ് മണി കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? സിംഗുലാർ. ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ഏത് വരുന്നു? ഈസ് അവിടെ ഉത്തരം. 2 hours ഡാഷ് അലൗഡ് ഫോർ ദ എക്സാം. 2 hours ഡാഷ് അലൗഡ് ഫോർ എക്സാം ടൈമിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് 2 hours. കഴിഞ്ഞ ഉത്തരം ഏതായിരിക്കണം? സിംഗുലാർ. ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ഏത് വരുന്നു? ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ദ ഹാരി പോട്ടർ സീരീസ് ഡാഷ് എ ബുക്ക് റിട്ടൺ ബൈ ആർ.ജെ. റൗളിംഗ്. കണ്ടല്ലോ, ഹാരി പോട്ടർ സീരീസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേരാണ്. കഴിഞ്ഞ ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ. വെയിറ്റ് ഉണ്ട്, എന്ത് ചെയ്യുന്നു ഇവിടെ? എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു അവിടെ? ഹാരി പോട്ടർ സീരീസ് ഈസ് ഓപ്ഷനിൽ ഈസ് ഉണ്ട്, ആറും ഉണ്ട് കേട്ടോ. ഈസ് ഉണ്ട്, ആറും ഉണ്ട്, വെയിറ്റ് അല്ല, ഈസ് ഉണ്ട്, ആറും ഉണ്ട് കേട്ടോ. അപ്പൊ ഹാരി പോട്ടർ സീരീസ് ഡാഷ് എ ബുക്ക് റിട്ടൺ ബൈ ആർ.ജെ. റൗളിംഗ്, ഏത് വരുന്നു? ഈസ് ഉണ്ട്, ആറും ഉണ്ട്, ഏത് വരുന്നു ഇവിടെ? ഈസ് സിംഗുലാർ, ആറ് പ്ലൂറൽ. ഈസ് അവിടെ ഉത്തരമായിട്ട് അടുത്ത നോക്കിയാണ് ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസ് ഡാഷ് ദ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് സിറ്റി ഇൻ ദി യുഎസ്. ഓക്കെ, ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ്. കഴിഞ്ഞ ഉത്തരം സിംഗുലാർ. ഈസ് ഉണ്ട്, ആറും ഉണ്ട്, ഈസ് അവിടെ ഉത്തരം. മാക്സ് ഡാഷ് എ ഗുഡ് സബ്ജക്ട്. മാക്സ് നെയിം ഓഫ് സബ്ജക്റ്റ് ആണ്. കഴിഞ്ഞിട്ട് ഉത്തരം ഏതായിരിക്കണം? സിംഗുലാർ. ഈസ് അവിടെ ഉത്തരമായിട്ട് വരും. ഈസ് ഉത്തരമായിട്ട്. ഓക്കെ, അടുത്ത് നോക്കിയാണെ, നമ്മൾ ഈ സബ്ജക്റ്റിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ അടുത്തൊരു റൂളും കൂടെ, ഒരു എക്സെപ്ഷണൽ കേസ് പഠിച്ചു ചോദിക്കാം. നെയിം ഓഫ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുക്കളുടെ സബ്ജക്റ്റുകളുടെ പേരിന് മുന്നിലായിട്ട് ദ അല്ലെങ്കിൽ യുവർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തിലേക്ക് വരുന്നു? പ്ലൂറൽ വെർബിലേക്ക് വരുന്നു. ഉത്തരം ഏതിലേക്ക് വരുന്നു? ഇവിടെ പ്ലൂറൽ വെർബിലേക്ക് വരുന്നു. ഏത് പറഞ്ഞു? സബ്ജക്റ്റുകളുടെ പേരിന് മുന്നില് ദ അല്ലെങ്കിൽ യുവർ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബ് ആയിരിക്കണം. അപ്പൊ നെയിം ഓഫ് സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്,
the or your plus name of subject plus plural verb. Okay, your mathematics that superior that of mine. Okay, mathematics എന്ന് പറയുന്ന സബ്ജക്റ്റ് മുന്നിലായിട്ട് യുവർ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരം ഏത്? സിംഗുലാർ ആണ് പ്ലൂറൽ ആണ്? പ്ലൂറലിലേക്ക് മാറും. ഈസ് സിംഗുലാർ, ആർ പ്ലൂറൽ. ഏത്? ആറ് നമുക്ക് അവിടെ ഉത്തരമായിട്ട്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയേ, കമ്മിറ്റി. കുറച്ച് വാക്കുകൾ പഠിക്കാം. കമ്മിറ്റി, കമ്മീഷൻ, ഓർഗനൈസേഷൻ, പാർലമെന്റ്, ഓഡിയൻസ്, ഫാമിലി, ടീം, ഗവൺമെന്റ്, ജൂറി, ക്ലാസ്, ക്ലബ്ബ്, ബോർഡ്. ഏതൊക്കെയാണ് വാക്കുകൾ? കമ്മിറ്റി, ഓർഗനൈസേഷൻ, കമ്മീഷൻ, പാർലമെന്റ്, അതുപോലെ ഓഡിയൻസ്, ഫാമിലി, ടീം, ഗവൺമെന്റ്, ജൂറി, ക്ലാസ്, ക്ലബ്ബ്, ബോർഡ്. കുട്ടികളെ ഈ വാക്കുകൾ കഴിഞ്ഞ് ഈ വാക്കുകൾ സബ്ജക്റ്റ് ആയി വരുന്ന സെന്റൻസിൽ ഉത്തരം സിംഗുലാറും വരാറുണ്ട്, പ്ലൂറലും വരാറുണ്ട്. ഉത്തരം ഏതൊക്കെ വരാം? സിംഗുലാറും വരാറുണ്ട്, പ്ലൂറലും വരാറുണ്ട്. ഇനി എങ്ങനെ ഇവ സിംഗുലാറും പ്ലൂറലും കണ്ടെത്താം എന്നതാണ് നമ്മൾ പറയുന്നത്. പ്ലൂറൽ വെർബും വരാറുണ്ട്. ഇതെങ്ങനെ? ഈ വാക്കുകൾ വരുന്ന സെൻസിൽ ഇറ്റ്സ് എന്ന വാക്ക് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇറ്റ്സ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിംഗുലാർ വെർബ്. കാരണം ഇറ്റ് സിംഗുലാർ അല്ലേ ഉള്ളവരെ? ഇറ്റ് സിംഗുലാർ അല്ലേ? അതുകൊണ്ട് ഇറ്റ്സ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, വാക്കുകൾ വരുന്ന സെൻസിൽ ഇറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം സിംഗുലാർ വെർബ്. ഇതിൽ വരുന്ന സെന്റൻസുകളിൽ there എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, they എന്ന് പറയുന്ന പ്ലൂറൽ അല്ലേ? they എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. there എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബ് ആയിരിക്കും. ഉത്തരം ഏതായിരിക്കും? പ്ലൂറൽ വെർബ്. ഏതൊക്കെ വാക്കുകൾ? അതായത് ഇങ്ങനെയുള്ള കാര്യം, കമ്മിറ്റി, കമ്മീഷൻ, ഇതൊക്കെ ഒരു കൂട്ടമില്ലേ? ഒരു ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേരുന്ന ഒരു കൂട്ടമില്ലേ? ഒരുമിച്ച് എല്ലാവരും ഒരേ തീരുമാനം എടുത്തു എന്ന് പറയാൻ സിംഗുലാർ, ഓരോരുത്തരും ഓരോരോ തീരുമാനങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി പ്ലൂറലാണ്. അതാണ് കാര്യം. നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾക്ക് എളുപ്പ വഴിയാണ് പറഞ്ഞത്. കമ്മിറ്റി, ഓർഗനൈസേഷൻ, കമ്മീഷൻ, പാർലമെന്റ്, ഓഡിയൻസ്, ഫാമിലി, ടീം, ഗവൺമെന്റ്, ജൂറി, ക്ലാസ്, ക്ലബ്ബ്, ബോർഡ്. ഈ വാക്കുകൾ വരുന്ന സെൻസിൽ ഇറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം സിംഗുലാറും, there വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം പ്ലൂറലും. ഓക്കെ, ചോദ്യം, the audience dash placed their request before the musician. കണ്ടല്ലോ, ഓഡിയൻസ് എന്ന് പറയുന്ന വാക്ക് സബ്ജക്റ്റ് വന്നിരിക്കുന്നു. there എന്ന് പറയുന്ന എന്ത് വന്നിരിക്കുന്നു? there എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. ഉത്തരം സിംഗുലാർ ആണ്, പ്ലൂറൽ ആണ്? there വന്നു കഴിഞ്ഞാൽ ഉത്തരം പ്ലൂറൽ ആണ്. have the government dash lost its credibility. കണ്ടല്ലോ, ഗവൺമെന്റ് കഴിഞ്ഞാൽ സിംഗുലാർ വരാം, പ്ലൂറൽ വരാം. ഇറ്റ്സ് എന്ന് പറയുന്ന വാക്ക് കിടക്കുന്നുണ്ട്. ഉത്തരം ഏതേ വരുള്ളൂ? സിംഗുലാർ. ഹാസ് കൊണ്ട് ഹാവ് കൊണ്ട് ഏത് വരുന്നു? ഹാസ് അവിടെ ഉത്തരമായിട്ട് വരും. നോക്കിയേ, the family dash at the top of their voice. കണ്ടല്ലോ, ഫാമിലി കഴിഞ്ഞ സിംഗുലാറും വരാം, പ്ലൂറലും വരാം. അപ്പൊ നോക്ക്, their എന്ന് പറയുന്ന വാക്ക് കിടക്കുന്നു. there വന്നു കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാർ ആണ്, പ്ലൂറൽ ആണ്? പ്ലൂറൽ ആണ്. V1 ഷൗട്ട് കൊണ്ട് ഷൗട്ട്സ് കൊണ്ട് ഏത് വരുന്നു? ഷൗട്ട് അവിടെ ഉത്തരമായിട്ട് വരും. V1 ഫോമിൽ വരുന്ന വെർബുകളെല്ലാം പ്ലൂറൽ ഫോം ഓഫ് വെർബാണ്. എസ്സിൽ അവസാനിക്കുന്ന വെർബുകളെല്ലാം സിംഗുലാർ വെർബാണ്. V2 ഫോമിലെ വെർബ് എല്ലാം സിംഗുലാറുമാണ്, പ്ലൂറലാണ്. സിംഗുലാർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇത്രയും റൂളാണ് കോൺകോഡുമായി ബന്ധപ്പെട്ടത്. വളരെ ഭംഗിയിൽ തന്നെ നമ്മളത് പറഞ്ഞു തീർത്തു. നിങ്ങളത് നോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.